ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട എന്റെ പ്രിയ സൗരസ്വരമാരെ ഏവർക്കും കർത്താവ് യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ എന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനം 16:8 മുതൽ 9 വരെ വായിക്കുമ്പോൾ ദാവീദ് തന്റെ അനുഭവത്തിൽ നിന്നും വളരെ ശക്തവും വ്യക്തവുമായി നമ്മോട് പങ്കുവെക്കുകയാണ്. ഞാൻ എന്റെ കർത്താവിനെ എന്റെ വലത് സൈഡ് വച്ചിരിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, തെല്ലും കുലുങ്ങുകയില്ല. അവ എന്റെ വലതു ഭാഗത്തുള്ളതിനാൽ പേടിക്കുകയില്ല ഒരു നാളും. ഹല്ലേലൂയ. ദാവീദ് വളരെയേറെ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. അവന്റെ അനുഭവ സാക്ഷ്യമാണ് പ്രിയ സഹോദര സഹോദരി ഈ സങ്കീർത്തന ഭാഗത്ത് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ദാവീദ് പറയാണ്, കർത്താവിനെ നാം നമ്മുടെ മുമ്പിൽ വയ്ക്കണം. ദാവീദ് തന്റെ ജീവിതത്തിലുടനീളം തന്റെ പ്രശ്നങ്ങളിലോ ഭയത്തിലോ ആളുകളിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. ആട്ടിടയനെ തന്നെ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയ ആ ദൈവത്തിൽ അവന്റെ ദൃഷ്ടി പതിപ്പിച്ചു. ഹല്ലേലൂയ. പിന്നെ അവന് കുലുങ്ങിപ്പോകേണ്ടി വന്നില്ല. നമ്മുടെ കണ്ണുകളുടെ മുമ്പിൽ നാം എന്ത് സൂക്ഷിക്കുന്നുവോ അവിടെയായിരിക്കും നമ്മുടെ ശ്രദ്ധ. നാം ഭയത്തിലാണ് ശ്രദ്ധിക്കുന്നുവെങ്കിൽ നാം ഭയപ്പെടും. പല വ്യക്തികളിലും ശ്രദ്ധിച്ചാൽ അവർ നമ്മെ തകർക്കും. പല പ്രലോഭനങ്ങളും അവരിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ശ്രദ്ധിച്ചാൽ നാം ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല. ആരും നമ്മെ തകർക്കുകയുമില്ല. വിരിച്ച ചിറകുകളുടെ അടിയിലായിരിക്കും നമ്മുടെ അഭയം. ദൈവത്തെ നമ്മുടെ വലതു ഭാഗത്ത് പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയണം. വലതു ഭാഗം പ്രതിനിധാനം ചെയ്യുന്നത് ശക്തി, വിശ്വാസം, വിജയം, സംരക്ഷണം. ഹല്ലേലൂയ. ദൈവം സംരക്ഷകനായി നമ്മുടെ വലത് സൈഡ് ഉണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നമുക്ക് നമ്മുടെ ദൈവത്തെ സഹായകനും സംരക്ഷകനുമായി നമ്മുടെ വലത് സൈഡ് ദാവീദ് നമ്മോട് പറഞ്ഞതുപോലെ നമ്മുടെ വലത് സൈഡ് പ്രതിഷ്ഠിക്കാം. ഹല്ലേലൂയ. അവൻ നമുക്ക് താങ്ങായി തണലായി തീരും. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വന്നേക്കാം. പല ബന്ധങ്ങളും നമ്മൾ നിന്ന് അകന്നു പോയേക്കാം. ഹല്ലേലൂയ. പലരും നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ശരിയാകുന്ന കർത്താവ് നമ്മുടെ വലത് ഭാഗത്ത് ഉള്ളതിനാൽ നാം തെല്ലും കുലുങ്ങി പോകുകയില്ല. നമ്മുടെ വലത് സൈഡിൽ നിൽക്കുന്ന കർത്താവ് നമുക്ക് പ്രത്യാശയും സന്തോഷവും നൽകുന്നു. ഹല്ലേലൂയ. നമുക്ക് അവനോടൊപ്പം സഞ്ചരിക്കാം. കർത്താവേ, നിന്നോടൊപ്പം സഞ്ചരിക്കുവാൻ എനിക്ക് യോഗ്യത നൽകണമേ. ദാവീദ് തന്റെ സങ്കീർത്തനം 16:8-9 പറയുന്ന പോലെ, കർത്താവേ, അങ്ങേ എന്റെ വലത് സൈഡ് പ്രതിഷ്ഠിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധ അവിടുത്തെ മേലായിരിക്കട്ടെ. അതിലൂടെ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും വീണ്ടെടുക്കുകയും നേരായ വഴിയിലൂടെ നയിച്ച് അവിടുത്തെ സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ യോഗ്യത നൽകുകയും ചെയ്യുമാറാകണമേ. പ്രാർത്ഥന കേട്ട കർത്താവേ, സ്തോത്രം. യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.